ഹായ് ഓൾ, ഇത് ആട് 3യുടെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ആട് 3 നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഫിക്ഷനാണ് സാധനം. ചരിത്രം പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ വന്ന ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക്, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റിനും കൂടെയാണ്. ആ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഷോർട്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആട് 3യിൽ 1790 ആ കാലഘട്ടം പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പറയുന്നുണ്ട്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വൈസ്രോയ് എന്നൊരു ടൈം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് ആക്ച്വലി തെറ്റാണ്. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ വൈസ്രോയ് എന്നൊരു ടൈം വരുന്നത് തന്നെ 1758 ശേഷമാണ്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. 1600 ഒരു ഡിസംബർ മാസം 31 അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായ ക്വീൻ എലിസബത്ത് I ചാർട്ടറിൽ ഒപ്പിടുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാകുന്നു. അങ്ങനെയാണ് കമ്പനി തുടങ്ങുന്നത്. കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു. 1613 ഇന്നത്തെ ഗുജറാത്തിലെ സൂരത്തിൽ അവരുടെ ആദ്യത്തെ പെർമനന്റ് ഫാക്ടറി ആരംഭിക്കുന്നു. അങ്ങനെ കച്ചവടത്തിനായിട്ട് വന്ന ഒരു പതുക്കെ പൊളിറ്റിക്സിൽ ഇടപെടാൻ തുടങ്ങുന്നു. 1757 പ്ലാസി യുദ്ധം ബംഗാളിന്റെ നവാബായിരുന്ന സിറാജ് ദൗളയെ റോബർട്ട് ക്ലൈവ് തോൽപ്പിക്കുന്നു. അങ്ങനെ ബംഗാളിന്റെ ഗവർണറായിട്ടാണ് റോബർട്ട് ക്ലൈവ് വരുന്നത്. നമുക്കറിയാം കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ബംഗാള്, പിന്നെ ബോംബെ, മദ്രാസ് ആണ്. അങ്ങനെ 3 സ്ഥലങ്ങളിലും ഗവർണർമാർ വരുന്നുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ റെഗുലേറ്റിംഗ് ആക്ട് നമുക്കറിയാം. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇതില് ബംഗാളിന്റെ ഗവർണർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു. അങ്ങനെ ബംഗാളിന്റെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് അറിയപ്പെടുന്നു. ആദ്യമായിട്ട് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിട്ടുള്ള വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത്. വീണ്ടും വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരുപാട് ചാർട്ടർ ആക്ടുകൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന 1833 ചാർട്ടർ ആക്ട്, 1833 ചാർട്ടർ ആക്ടില് വീണ്ടും ഒരു പ്രൊമോഷൻ കൊടുക്കുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന വ്യക്തി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് നമ്മുടെ സതിയൊക്കെ അബോളിഷ് ചെയ്ത വില്യം ബെന്റിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് വരുന്നത്. വീണ്ടും മുന്നോട്ട് പോകുന്നു. 1857 1857 റിവോൾട്ട്, ബ്രിട്ടീഷുകാർ ശിവായി ലഹള എന്ന് വിളിച്ച ഇന്ത്യക്കാർ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ച ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടക്കുന്നു. കലാപത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പുറത്താക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇന്ത്യയിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പുറത്താക്കി ഇന്ത്യൻ ഭരണം ബ്രിട്ടീഷുകാർ നേരിട്ടെടുക്കുന്നു. ആ കാലഘട്ടം 858 മുതൽ 947 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ കിരീട ഭരണം, ക്രൗൺ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ കമ്പനി ഭരണമായിരുന്നു, പിന്നീട് കിരീട ഭരണം. ഈ 858 വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ആദ്യമായിട്ട് വൈസ്രോയ് എന്നുള്ള ടൈമിന്റെ പേര് പറയുന്നത്. സോ ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ബിക്കെയിം വൈസ്രോയ് ഇൻ 1858. ആദ്യമായിട്ട് ഇന്ത്യയുടെ വൈസ്രോയ് ആയത് ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ ആട് 3 പോലുള്ള ചരിത്രപരമായിട്ടുള്ള സിനിമകൾ ഇനിയും വരുമ്പോൾ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും പ്രൂഫ് റീഡിംഗ് വേണമെങ്കിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യാം. ഞങ്ങൾ അവൈലബിൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.